വിയോജിപ്പോടെ താഴെ പറയുന്ന വാക്കുകളിൽ നിരീക്ഷണങ്ങളും ഇതിലേക്കായുള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ ശക്തമായ ഇടപെടലുകളും പുനഃപരിശോധനകളും ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഒരു ജാതി സർട്ടിഫിക്കറ്റിന്റെ കേസ് തഹസീൽദാറിൽ തുടങ്ങി എവിടെ വരെ എത്തി? സുപ്രീം കോടതി വരെ എത്തി. ജാതി നിർണയ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി ഒരു ന്യായം നോക്കി തീർപ്പ് കൽപ്പിക്കുന്ന അർത്ഥ ജുഡീഷ്യൽ സംവിധാനം. എന്താണ് അർത്ഥ ജുഡീഷ്യൽ സംവിധാനം എന്ന് പറഞ്ഞാൽ, നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓംബുഡ്സ്മാൻ ഉണ്ട്. അതൊരു അർത്ഥ ജുഡീഷ്യൽ സംവിധാനം. ജുഡീഷ്യറി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, എക്സിക്യൂട്ടീവ് ആണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. അതൊരു അർത്ഥ ജുഡീഷ്യൽ സംവിധാനമാണ്. അത് രൂപീകരിക്കപ്പെട്ടത് പ്രത്യേകമായ ഒരു ആവശ്യത്തിനാണ്. എന്തിനു വേണ്ടിയാണ് ജാതി സ്കൂട്ടണി കമ്മിറ്റി രൂപീകരിച്ചത്? ജാതിയെ ശരിയായി സ്കൂട്ടണി ചെയ്യുന്നതിന് വേണ്ടി. അതിന്റെ സേവനങ്ങൾ സാമൂഹികവും ഭരണഘടനാപരമായ ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിന് ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പുകളുമായി വിയോജിക്കാമെന്ന് നിർബന്ധമില്ലാത്തതും എന്നാൽ ഉയർന്ന കോടതികളിലെ എപ്രകാരം തെളിവുകൾ വിലയിരുത്തുന്നു അങ്ങനെ നിർദ്ദേശിക്കാവുന്നതുമാണ്. ഒരർത്ഥ ജുഡീഷ്യൽ കമ്മിറ്റിയെ രേഖാപരമായ തെളിവ് അംഗീകരിക്കണമെന്നും നിഷ്കർഷിക്കാനാകില്ല. അവർക്ക് വക്കാലത്തുള്ള വിവരങ്ങളും തെളിവായി എടുക്കേണ്ടി വരും. നിലവിൽ ഒരർത്ഥ ജുഡീഷ്യൽ സംവിധാനം എങ്ങനെയാണോ തെളിവ് സ്വീകരിക്കുന്നത് ആ രീതിയിൽ തെളിവ് രേഖപ്പെടുത്തി ചെയ്യാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ. ഇപ്പം ജാതിയുടെ നിർണയിക്കുന്ന കമ്മിറ്റി എന്ന് പറയുന്ന ഒരു അർത്ഥ ജുഡീഷ്യൽ സംവിധാനമാണ്. ഇത് ഇന്ത്യൻ തെളിവ് നിയമപ്രകാരമുള്ള തെളിവുകൾ അവർക്ക് സ്വീകരിക്കാവുന്നതാണ്, വാക്കാലുള്ള തെളിവുകൾ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ ജാതിയെക്കുറിച്ചൊരു തർക്കം വന്നാൽ അത് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതാണ്. അടുത്തെന്താ പറയുന്നേ? കൂടാതെ തെളിവുകളുടെ സ്വഭാവം പല കേസുകളിലും സ്വീകരിച്ചത് പല രീതിയിലായിരിക്കും. ഒരു കക്ഷിയുടെ തെളിവ് നൽകാനുള്ള അവകാശം നിഷേധിക്കാവുന്നതല്ല. ഒരു കക്ഷിയുടെയും തെളിവ് നൽകാനുള്ള അവകാശം നിഷേധിക്കാൻ കഴിയില്ല. അടുത്തത് 14 എന്ന് പറഞ്ഞേ, ഇതുകൂടാതെ അങ്ങനെയുള്ള എല്ലാ സമിതികളും ഇന്ത്യൻ ഭരണഘടന ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ മലയാളത്തിൽ കിടപ്പുണ്ട്, അത് പ്രിന്റ് ചെയ്ത് ഉപയോഗിച്ചാൽ കൊള്ളാം. 235 അനുച്ഛേദത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ കോടതിയിലെ ജഡ്ജിമാർ മാത്രം നിയമിക്കപ്പെടാവൂവെന്നോ നിർദ്ദേശം ഉചിതമല്ല. എന്ന് പറഞ്ഞാൽ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ചാൽ പറ്റുന്ന എന്താണെന്നറിയാമോ? ആ റിട്ടയർഡ് ജഡ്ജിക്ക് അത്രയും ഉയർന്ന പ്രോട്ടോകോളിൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അടുത്ത ജഡ്ജിമെന്റ് ഏതാണെന്നറിയാമോ? മഹാരാഷ്ട്ര സംസ്ഥാനവും രവി പ്രസാദ് ബാബുലാൽ എന്ന് പറയുന്ന കേസാണ് പറയുന്നത്. ഓക്കെ, അവിടെ പറഞ്ഞത്, കൂടാതെ ജഡ്ജിമാരാൽ നമുക്ക് മേൽ രീതിയിലുള്ള നിഗമനത്തിൽ നിന്നും തടഞ്ഞു നിർത്താമെന്ന ദൂരവ്യാപകമായ ഫലമുണ്ടാകും. അങ്ങനെ വന്നാൽ ജഡ്ജിമാര് മാത്രമാണ് ഈ സമിതിയിൽ ഇരിക്കുന്നതെങ്കിൽ ജഡ്ജിമാരെ തടയാം എന്ന ഒരു ദൂരവ്യാപകമായ ഫലവും ഉണ്ടാകും. ഞങ്ങളുടെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ കോടതിയുടെ അഭിപ്രായത്തിൽ അതുപോലെയുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയമാകയാൽ, സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഭരണഘടനയിൽ 3 ലിസ്റ്റുകളുണ്ട്. 1 സ്റ്റേറ്റ് ലിസ്റ്റാണ്, 2 കൺകറന്റ് ലിസ്റ്റാണ്, 3 സെൻട്രൽ ലിസ്റ്റാണ്. അതിൽ സംസ്ഥാനത്തിന്റെ ലിസ്റ്റിലാണ് എന്തുള്ളത്? ജാതിയും ജാതി സർട്ടിഫിക്കറ്റും ഉള്ളത്. അങ്ങനെ ബന്ധപ്പെട്ട വിഷയമാകയാൽ അവരുടെ അഭിപ്രായം ആരാഞ്ഞിട്ടും അത് സംബന്ധിച്ച് ജാതി നിർണയിക്കപ്പെടുന്നതുമായ രേഖകളുടെയും അഭാവത്തിൽ പരാമർശം ആവശ്യമില്ലാത്തതാണ്. അത് വലിയ ഒരളവ് വരെ കോടതിയുടെ മാധുരി പാട്ടീൽ എന്ന് പറയുന്ന കേസിന്റെ നിരീക്ഷണവും അതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മഹാരാഷ്ട്ര സംസ്ഥാനവും വേഴ്സസ് മറ്റുള്ളവരും എന്ന് പറയുന്ന